അസ്സലാമു അലൈക്കും. ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് മനുഷ്യർ ഒറ്റ സമുദായമായിരുന്നു. അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു. പക്ഷെ അവരിലേക്ക് കാലക്രമേണ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. കാരണം അവർ ഒരുപാട് ഭിന്നിച്ചു പോയി. അതും തന്നെ പല പല മതങ്ങളായിട്ട് വേർതിരിഞ്ഞു പോയിട്ട് പല വിശ്വാസങ്ങളിലേക്കും. പക്ഷെ അവർ തന്നെ മതത്തിൽ നിന്നും പല വിഭാഗങ്ങളായിട്ട് അത് അങ്ങനെയും വേർതിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ മാറ്റങ്ങൾ വന്നു. എന്നാൽ തിരിച്ച് പഴയ പോലെ അതേ ഏകദൈവ വിശ്വാസത്തിലേക്ക് തന്നെ വരുന്നതിനെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. അധ്യായം 2 സൂറ അൽ ബക്കറയിലെ 213 പറയുന്നത്, മനുഷ്യർ ഒറ്റ സമുദായമായിരുന്നു. അനന്തരം അവർ ഭിന്നിച്ചപ്പോൾ സന്തോഷവാർത്ത അറിയിക്കാനും നിഷേധികൾക്ക് താക്കീത് നൽകുവാനും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത്. അവർ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുവാനായി അവരുടെ കൂടെ സത്യവേദവും നൽകി. എന്നാൽ വേദം നൽകപ്പെട്ടവർ തന്നെ വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിനു ശേഷം അതിൽ വേദവിഷയത്തിൽ ഭിന്നിച്ചിട്ടുള്ളത് അവർ തമ്മിലുള്ള മാത്സര്യം മൂലമല്ലാതെ മറ്റൊന്നുമല്ല. എന്നാൽ ഏതൊരു സത്യത്തിൽ നിന്നും അവർ ഭിന്നിച്ചുവോ ആ സത്യത്തിലേക്ക് അള്ളാഹു തന്റെ താല്പര്യപ്രകാരം സത്യവിശ്വാസികൾക്ക് വഴി കാണിച്ചു. താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ശരിയായ പാതയിലേക്ക് നയിക്കുന്നു. ഇവിടെ പറയുന്നുണ്ട്, മനുഷ്യരൊറ്റ സമുദായമായിരുന്നു, അവര് ഏകദൈവ വിശ്വാസികളായിരുന്നു. പക്ഷെ ആ സത്യത്തെ അവർക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രവാചകന്മാരെയും ഒരുപാട് വേദഗ്രന്ഥങ്ങളൊക്കെ നൽകി. പക്ഷെ എന്നിട്ടും സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടും അവർ പിന്നെയും ഭിന്നിച്ചിട്ടാണ് പോയത്. അപ്പൊ ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇനി മറ്റൊന്ന്, അധ്യായം 3 സൂറ ആലുംറാനില് 4-5 പറയുന്നത്, നബിയെ പറയുക, വേദക്കാരെ, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ സമമായിട്ടുള്ള ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ വരുവീൻ. അതായത് അള്ളാഹു അല്ലാതെ നാം ആരാധിക്കാതിരിക്കുകയും അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും നമ്മളിൽ ചിലരെ അള്ളാഹുവിന് പുറമെ രക്ഷിതാക്കളാക്കാതിരിക്കുകയും ചെയ്യുക എന്ന തത്വത്തിലേക്ക്. എന്നിട്ട് അവർ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം നിങ്ങൾ പറയുക, ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ് എന്നതിന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചു കൊള്ളുക. ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ സമമായിട്ടുള്ള ഒരു വാക്യത്തിലേക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഒരു കാര്യം എൻ്റെ ക്ലാസ് കാണുന്നവർക്ക് ഏകദേശം മനസ്സിലാവും. കാരണം നമ്മൾ വിശുദ്ധ ഖുർആനിൽ നിന്നും ബൈബിളിൽ നിന്നും ഭഗവത്ഗീതയിൽ നിന്നും സൃഷ്ടാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സത്യമായിട്ടുള്ള സമമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അഥവാ സൃഷ്ടാവ് എത്ര അംശമാണ്, ആ ഓർഡറിലാണ്, ആ ഒരു ഓർഡറിലാണ് മനുഷ്യന്റെ ശരീരം ക്രിയേറ്റ് ചെയ്തത്. സൃഷ്ടാവിന്റെ അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്, അത് അതിന്റെ തെളിവ് നമ്മളെ കൈകളിലുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ സമമായിട്ടുള്ളത് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അഥവാ യഥാർത്ഥ ഏകദൈവ വിശ്വാസം അത് 3 മതഗ്രന്ഥത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു അറിവ് മനസ്സിലാക്കിയവർക്ക് ഈ ഒരു സൂക്തം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിലുള്ള സമമായിട്ടുള്ള വാക്യത്തിലേക്ക് നിങ്ങൾ വരുവീൻ എന്ന്, അഥവാ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട വിശ്വാസം. ഇനി അതിൽ തന്നെ 65 പറയുന്നത്, വേദക്കാരെ, ഇബ്രാഹിമിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത്? തൗറാത്തും ഇഞ്ചീലും അവതരിക്കപ്പെട്ടത് അദ്ദേഹത്തിന് ശേഷം മാത്രമല്ലേ എന്ന്. അതിൽ തന്നെ 67 പറയുന്നത്, ഇബ്രാഹിം യഹൂദനോ ക്രിസ്ത്യാനിയോ ആയിരുന്നിട്ടില്ല, എന്നാൽ അദ്ദേഹം ശുദ്ധ മനസ്ഥിതിക്കാരനും അള്ളാഹുവിന് കീഴ്പ്പെട്ടവനുമായിരുന്നു. അദ്ദേഹം ബഹുദൈവ ആരാധകരിൽ പെട്ടവനുമായിരുന്നില്ല. ഇവിടെ പറയുന്നുണ്ട്, ഇബ്രാഹിം നബി ഏകദൈവ വിശ്വാസിയായിരുന്നു, അവന് ക്രിസ്ത്യാനിയോ യഹൂദനോ ആയിരുന്നിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. വേദക്കാരിൽ ഒരു വിഭാഗം നിങ്ങളെ വഴി തെറ്റിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് കൊതിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ വഴി തെറ്റിക്കുന്നത് അവരെ തന്നെയാണ്, അവർക്കത് മനസ്സിലാകുന്നില്ല. വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിന്റെ തെളിവുകളിൽ അവിശ്വസിക്കുന്നത്? നിങ്ങൾ തന്നെ സാക്ഷ്യം വഹിക്കുന്നവരല്ലേന്ന്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ മറ്റുള്ളവരെ വഴി തെറ്റിക്കാൻ പോകണ്ട, അപ്പൊ നമ്മൾ തന്നെയാണ് ഇവിടെ വഴി തെറ്റുന്നത്. കാരണം അവരുടെ ഗ്രന്ഥത്തിൽ പറയുന്നതും മറ്റുള്ളവരുടെ ഗ്രന്ഥത്തിൽ പറയുന്നതൊക്കെ സെയിം ആണ്. കാരണം അള്ളാഹുവിന്റെ തെളിവിനെ പറ്റി പറയുന്നത് സെയിം ആയിട്ടാണ്. അതാണ് നിങ്ങളുടെ ശരീരം, അതിന് നിങ്ങൾ തന്നെ സാക്ഷ്യം വഹിക്കുന്നവരല്ലേ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ശരീരം എങ്ങനെ ഉണ്ടായത്? കാരണം സൃഷ്ടാവിന്റെ അംശങ്ങൾ എവിടെയാണോ എങ്ങനെയാണോ ആ ഒരു ഓർഡർ അനുസരിച്ചാണ് മനുഷ്യന്റെ ശരീരം ക്രിയേറ്റ് ചെയ്തതെന്ന് 3 മതഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതാ പറയുന്നത്, ഏകദൈവ വിശ്വാസത്തെ നിങ്ങൾക്ക് നിഷേധിക്കാൻ ഒരു വകയില്ല. കാരണം ആ ഒരു തെളിവിനനുസരിച്ചിട്ടാണ് മനുഷ്യന്റെ ശരീരം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് 3 ഗ്രന്ഥവും പറയുന്നുണ്ട്. അതാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. ഇനി സൂറ അൽ മാഹിദയിൽ പറയുന്നുണ്ട്, അധ്യായം 5-15, വേദക്കാരെ, വേദഗ്രന്ഥത്തിൽ നിങ്ങൾ മറച്ചു വെച്ചു കൊണ്ടിരിക്കുന്ന പലതും നിങ്ങൾക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ദൂതൻ ഇതാ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. പലതും അദ്ദേഹം മാപ്പാക്കുന്നു. നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രകാശവും വ്യക്തമായ ഒരു ഗ്രന്ഥവും വന്നിരിക്കുന്നു. ഇവിടെ പറയുന്നുണ്ട്,
മറ്റു മതങ്ങളിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ടിരുന്ന പല സത്യങ്ങളും നിങ്ങൾക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നിട്ടുള്ളത്. ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അത് മനുഷ്യർക്ക് ഒരു പ്രകാശമാണ്. കാരണം യഥാർത്ഥ സത്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മാർഗമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് മറ്റു മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞ യഥാർത്ഥ സാമ്യമുള്ള വചനങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു വരൂ എന്ന് പറയുന്നത്. എല്ലാ മതഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഏകദൈവ വിശ്വാസത്തെ പറ്റിയിട്ട് തന്നെയാണ്. അതിലേക്ക് യഥാർത്ഥ സത്യത്തിലേക്ക് തിരിച്ചു വരാനാണ് ഇവിടെ സൃഷ്ടാവ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്.